മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ TDPയും JDUവുമായി നടത്തുന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മാരത്തോൺ ചർച്ചയാണ് നടക്കുന്നത്. ഇതിൽ TDP ഒരു കടുംപിടുത്തം തുടരുന്നതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഏതായാലും സഖ്യകക്ഷികളുടെ കടുംപിടുത്തത്തിന് നിന്നുകൊടുക്കേണ്ട എന്നൊരു തീരുമാനം പൊതുവിൽ BJP എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 MP-മാർക്ക് ഒരു മന്ത്രി എന്നൊരു ആവശ്യമാണ് JDU വെച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് ചന്ദ്രബാബു നായിഡുവും ഉള്ളത്. ഏതായാലും BJP അറിയിച്ചിരിക്കുന്നത് 5 MP-മാർക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നതാണ്. അങ്ങനെയാണെങ്കിൽ 16 MP-മാരുള്ള TDPക്ക് ലഭിക്കുക 4 ഇല്ലെങ്കിൽ 5 മന്ത്രിമാർ മാത്രമായിരിക്കും. പക്ഷേ TDP പറയുന്നത് അവർക്കൊരു സ്പീക്കർ സ്ഥാനവും 5 മന്ത്രിമാരെയും ആവശ്യമാണ്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകളായ ഗതാഗതം, ധനകാര്യം, ഇത് കഴിഞ്ഞ മന്ത്രിസഭയിൽ നിർമ്മലാ സീതാരാമനൊപ്പം തന്നെ നിതിൻ ഗഡ്കരിയും കൈകാര്യം ചെയ്ത വകുപ്പാണ്. ഇത് നൽകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ആഭ്യന്തരം, അതുപോലെ തന്നെ വിദേശകാര്യം, ധനകാര്യം തുടങ്ങിയ വകുപ്പുകൾ, പ്രതിരോധം, ഇതെല്ലാം BJP തന്നെ കൈകാര്യം ചെയ്യുമെന്ന് ഇന്നലെ തന്നെ അവർ അറിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. JDUവിലേക്ക് എത്തുമ്പോൾ അവർ പറയുന്നത് 3 MP-മാർക്ക് ഒരു മന്ത്രി വേണം, റെയിൽവേ വകുപ്പ് വേണം തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ മുൻപോട്ട് വെക്കുന്നത്. ഇതിനിടയിൽ തന്നെ JDS, കുമാരസ്വാമിയുടെ JDS കൃഷി വകുപ്പ് വേണം എന്നൊരു ആവശ്യം കൂടി മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട, കാരണം തുടക്കത്തിലേ ഇതിന് വഴങ്ങിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, നിലവിലത്തെ സാഹചര്യത്തിൽ BJP സംബന്ധിച്ച് 32 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിനായിട്ട് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ തുടക്കത്തിലെ കടുംപിടുത്തത്തിലേക്ക് പോയാൽ ഇവരുടെ പല പരിഷ്കാരങ്ങളും, അല്ലെങ്കിൽ ഇവർ തുടർന്ന് വന്ന പല നയങ്ങളും മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. രാജ്നാഥ് സിംഗ് രാവിലെ ചർച്ചയ്ക്ക് പങ്കെടുത്ത് മടങ്ങിയ രാജ്നാഥ് സിംഗും അമിത്ഷായും എല്ലാം വീണ്ടും തിരിച്ച് എത്തിയിരിക്കുന്നു. ചർച്ചകൾ അവസാന ലാപ്പിലേക്ക് എത്തുന്നു എന്നാണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.